ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു റീഡിംഗ് ആരുടെയൊക്കെ മുന്നിലേക്കാണോ അപ്രതീക്ഷിതമായിട്ട് എത്തുന്നത്, നിങ്ങളുടെ എനർജിയാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ കാത്തിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ, ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, എന്താണോ തിങ്ക് ചെയ്യുന്നത്, അതാണ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആവുന്നത്. ആ ഒരു രീതിയിൽ വീഡിയോയുമായിട്ട് കണക്ട് ആവുക. അപ്പോൾ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ എനർജിയിലെ നിയറസ്റ്റ് ഫ്യൂച്ചറിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം ഈ ഒരു സമയത്ത് യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ് മെസ്സേജസ് കൂടിയാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റിയും നല്ല ഒരു ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Page of Swords, Ace of Pentacles, Justice, Six of Swords, Nine of Cups, the Sun energy, Seven of Cups, Ten of Pentacles, Queen of Wands, Two of Swords, Page of Wands, Six of Wands, the Lovers, Four of Wands, King of Swords, the Empress, Nine of Pentacles, Death and Rebirth ആണ് വന്നിരിക്കുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് കിട്ടിയിരിക്കുന്നത് ദ മൂൺ എനർജി ആണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുമ്പോൾ ആദ്യമേ തന്നെ നിങ്ങളുടെ ഒരു കറന്റ് എനർജി നമുക്ക് നോക്കാം. ഇവിടെ വന്നിരിക്കുന്നത് മൂൺ എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര ഷോർട്ട് ടേംപേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. എന്ന് വെച്ചാൽ ദേഷ്യവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ച് കൂടുതലാണ്. അതുപോലെ ഓവർ തിങ്കിങ്, ചിന്തിച്ച് കൂട്ടിയിട്ട് ഒരുപാട് ഡൗൺ എനർജിയിലേക്ക് പോവുക. ഓവർ തിങ്കിങ് ആണ് മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ ഈ ഒരു റീഡിംഗ് ആരുടെ മുന്നിലേക്കാണോ എത്തിയിരിക്കുന്നത്, നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും നിങ്ങളുടെ ലൈഫിൽ ഒരു നീതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ്. ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരുപാട് സ്ട്രഗിളിങ്ങിലൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഫിനാൻഷ്യലി ആണെന്നുണ്ടെങ്കിലും വൈകാരികപരമായിട്ടുള്ള ജീവിതത്തിന്റെ, ഫാമിലി ലൈഫിന്റെ കാര്യത്തിലോ സ്നേഹബന്ധത്തിന്റെ കാര്യത്തിലോ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എല്ലാ രീതിക്കും നിങ്ങൾ സ്വയം നിങ്ങൾക്ക് തന്നെ ഒരു റീബർത്ത്, ഒരു പുനർജന്മം പോലെ എല്ലാം ഒന്ന് പൂർണ്ണമായും മാറി ഒരു പുതിയ ജീവിതം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. യൂണിവേഴ്സ് ആയിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് എടുത്തുചാട്ടം കാര്യങ്ങളൊക്കെ ഉള്ള പേഴ്സൺ ആയിരിക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞു, ഷോർട്ട് ടേംപേർഡ് ആയിരിക്കാം എന്നുള്ളത്. പക്ഷെ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അതിൽ പോലും ഒരു കൺട്രോൾഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. പിന്നെ ജനറ്റിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും പൂർണ്ണമായിട്ടും മാറ്റാനൊന്നും പറ്റില്ല. ചിലർക്ക് അവരുടേതായ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ ഷോർട്ട് ടേംപേർഡ് ആയിരിക്കാം, പക്ഷെ നിങ്ങൾ അതിനെ നിയന്ത്രിക്കാനായിട്ടൊക്കെ ഇപ്പൊ പഠിക്കുന്നുണ്ട്. ജീവിതം നിങ്ങളെ പല കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ലേൺ ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ
നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും വിട്ടൊഴിയാനായിട്ട് പോവുകയാണ്. ഒത്തിരി നാളുകളായിട്ട് നിങ്ങൾ ഒരു ദുഃഖഭാരവും ചുമന്ന് നടക്കുന്ന ഒരു അവസ്ഥയാണോ? എന്നാൽ അതെല്ലാം പൂർണ്ണമായിട്ടും മാറി ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിലേക്ക് നിങ്ങളുടെ ജീവിതം എത്താനായിട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു റീബർത്ത് ആണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യമേ തന്നെ യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന ഗൈഡൻസ് ഓവർ തിങ്കിങ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഒരുപാട് ചിന്തിച്ചു കൂട്ടാതിരിക്കുക. പ്രസന്റ് സിറ്റുവേഷനിൽ നിൽക്കുക. അവനവനെ തന്നെ കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുക. ഒരു സെൽഫ് ലവിലേക്ക് വരിക. നിങ്ങളുടെ എനർജീനെ നിങ്ങൾ ഇൻക്രീസ് ചെയ്യുക. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കൊടുക്കേണ്ട കാര്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളും നിങ്ങൾ ചെയ്യുമ്പോഴാണ് യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്നുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പൊ നിങ്ങൾ എങ്ങനെ ഡൗൺ സ്റ്റേജിൽ മാത്രം ഇരിക്കാതെ മറ്റൊന്നിലേക്കും പറ്റുന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ എനർജീനെ നിങ്ങൾ ഇൻക്രീസ് ചെയ്യണം. സ്പിരിച്വൽ കണക്ഷനിലേക്ക് വരിക. വിശ്വാസം പൂർണ്ണമായിട്ടും കൈവിട്ട് കളയാതിരിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യം. കാരണം നിങ്ങൾക്കൊരു ബാഡ് കർമ്മ സിറ്റുവേഷൻ ആയതുകൊണ്ടായിരിക്കാം ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങൾ ഈ ഒരു വേദനകളിലൂടെ കടന്നു വന്നത്. പക്ഷേ ഇവിടെ നിങ്ങളുടെ ഗുഡ് കർമ്മ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ മെയിൻ ആയിട്ട് കിട്ടിയിരിക്കുന്നത് പോലും ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. നിങ്ങൾ അവിടെ പൂർണ്ണമായിട്ടും നിങ്ങളുടെ പെയിൻ എല്ലാം അവസാനിച്ച് ഇപ്പുറത്ത് നിന്നും റീബർത്ത് സംഭവിക്കുകയാണ്. ഒരു പുനർജന്മം നിങ്ങൾക്ക് വരികയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മോക്ഷം ലഭിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഒരു സംഭവമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇവിടെ ഓവർ തിങ്കിങ്, ഒരു സൈഡ് കൊണ്ട് നിങ്ങൾക്ക് ഓവർ തിങ്കിങ് വേദനകൾ ഉണ്ടെങ്കിലും മറു സൈഡ് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഹോപ്പ് ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്, ഒരു പ്രതീക്ഷ. ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ ആദ്യം പറഞ്ഞു വരാം. അപ്പൊ എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് നിയറസ്റ്റ് ഫ്യൂച്ചറിലേക്ക് കടന്നു വരാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. ഇവിടെ ആദ്യമേ തന്നെ കിട്ടിയിരിക്കുന്ന പേജ് ഓഫ് സോഴ്സ് ആണ്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു ഓൾറെഡി, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ചേഞ്ചസ് ആണ് ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത്. കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു, അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കി യുക്തിപൂർവ്വം ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു പ്രാപ്തിയിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞു. ആ ഒരു രീതിയിലേക്ക് യൂണിവേഴ്സ് നിങ്ങളെ എത്തിച്ചു. എല്ലാത്തിനും നിങ്ങൾക്ക് ആരുടെയെങ്കിലുമൊക്കെ സപ്പോർട്ട് വേണം എന്നുള്ള ഒരു ചിന്തയിലൊക്കെ ഇരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ചിന്താഗതികളൊക്കെ മാറിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും. എങ്കിലും ആ ഒരു വേദന നിങ്ങൾ അലട്ടുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ വേദനകൾക്കെല്ലാം മാറ്റങ്ങളാണ് കടന്നു വരാൻ പോകുന്നത്. ഇവിടെ നമുക്ക് പേജ് ഓഫ് സോഴ്സ് വന്നിരിക്കുന്നത് കൊണ്ടിട്ട് നിങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞ് ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടും നിങ്ങൾക്കത് ജോലി കിട്ടാതെ നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം മേ ബി. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള, ചിലവരെ സംബന്ധിച്ചിടത്തോളം ജോലി ഉണ്ടായിരിക്കും, പക്ഷെ പഠിച്ച അനുസരിച്ചുള്ള ജോലി കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. അർഹതയുള്ള ജോലി ഇതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല. എന്നാൽ നല്ല ക്വാളിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം. ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ജോലിയെ ലഭിക്കാതെ നിങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് അർഹമായ രീതിയിലുള്ള നല്ലൊരു ജോലി നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. പെൻഡിക്കിൾ എനർജി തന്നെയാണ് വന്നിരിക്കുന്നത്. ആ ഒരു ജോലി എന്ന് പറയുമ്പോൾ ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എബ്രോഡിലേക്കൊക്കെ പോകാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ജോലി സംബന്ധമായിട്ട് പുറത്തേക്ക് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ തടസ്സങ്ങൾ വന്നു നിൽക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്ന സമയമാണ്. തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു രീതിയിലേക്ക് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ആണ് ലൈഫിൽ കടന്നു വരാൻ പോകുന്നത്. ആ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ നിങ്ങൾക്ക് അർഹമായ രീതിയിലുള്ള ജോലി, അതുപോലെ തന്നെ കരിയറിൽ നല്ലൊരു ഉയർച്ച. ഇപ്പൊ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ പോലും നിങ്ങൾ അർഹിക്കുന്ന രീതിയിലുള്ള അംഗീകാരം ലഭിക്കുന്നുണ്ടായിരിക്കില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 9 ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അർഹിക്കുന്ന രീതിയിൽ കരിയറിൽ നല്ലൊരു ഗ്രോത്ത് വരാനുള്ള സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു നീതി ലഭിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ആ ഒരു കഷ്ടപ്പാടിന്റെ അല്ലെങ്കിൽ ആ ഒരു പ്രയത്നത്തിന്റെ ഫലം നിങ്ങളുടെ ലൈഫിലേക്ക് കണ്ടു തുടങ്ങാനായിട്ട് പോകുന്നു. അതുപോലെ ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങൾ ഒരുപാട് വേദനകളിലൂടെ അല്ലെങ്കിൽ ആ ഒരു സ്ട്രഗിൾ ചെയ്തൊക്കെ മുന്നോട്ടേക്ക് വന്നവരായിരിക്കാം. ചിലപ്പോൾ വൈകാരികപരമായ ജീവിതത്തിന്റെ കാര്യത്തിൽ ഒത്തിരി വേദനകൾ സഹിച്ച് മുന്നോട്ടേക്ക് വന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ഫാമിലി ലൈഫിന്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബപരമായിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ സെപ്പറേഷൻ സ്റ്റേജിലായിരിക്കാം ചിലവർ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരുടെ കേസിൽ നിങ്ങളുടെ വ്യക്തി പൂർണ്ണമായിട്ടും നിങ്ങളെ മനസ്സിലാക്കി തുടങ്ങുന്ന ഒരു സമയമാണിത്. പുറമെ അവർ ചിലപ്പോൾ കാണിക്കുന്നുണ്ടാവില്ല, പക്ഷേ ഈ ഒരു യൂണിവേഴ്സൽ സപ്പോർട്ടോട് കൂടി അവർക്കൊരു ക്ലാരിറ്റി നൽകിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ക്ലാരിറ്റി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊരു നീതി നൽകണം എന്നൊരു ചിന്തയിൽ ഇവിടെ ജസ്റ്റിസ് എനർജി വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ലീഗൽ കോർട്ട് സംബന്ധമായിട്ട് ഡിവോഴ്സോ കാര്യങ്ങളിലേക്കൊക്കെ പോയിട്ട് അതിലൂടെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീതി ലഭിക്കാൻ പോകുന്നു. നീതി എന്ന് പറയുമ്പോൾ ഡിവോഴ്സ് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതല്ല, നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന വേദനാജനകമായ സിറ്റുവേഷൻസ്, അതുപോലെ ഇതിനകത്ത് ഉണ്ടായിരുന്ന ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂ അല്ലെങ്കിൽ ആ ഒരു തെറ്റിദ്ധാരണകളൊക്കെ നിന്നിട്ടാണ് ഈ ഒരു ഡിവോഴ്സിലേക്ക് പോയത് എന്നുണ്ടെങ്കിൽ
അതിനൊക്കെ പൂർണ്ണമായും മാറ്റങ്ങൾ വന്നിട്ട് സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങളുടെ ജീവിതം മാറുകയാണ്. 9 of Cupsന്റെ എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. വൈകാരികപരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിജയം കൈവരുന്നു. 10 of Pentacles ആണ് വന്നിരിക്കുന്നത്. ഫാമിലി കാർഡ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ ആ ഒരു പേഴ്സണുമായിട്ട് ഒന്നിക്കാനായിട്ടാണ് പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രകാശമായിട്ട് കടന്നു വരണം എന്ന് ആഗ്രഹിച്ച് നിങ്ങളുടെ സ്നേഹം പൂർണ്ണമായിട്ടും മനസ്സിലാക്കി അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ വ്യക്തിയായിട്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു സമയമാണിത്. അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു സമയത്ത് അവർക്ക് എന്താണ് ക്ലാരിറ്റി എന്നുള്ളത് അറിയില്ലായിരുന്നു. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചിരുന്നത് അല്ലെങ്കിൽ സത്യം ഏതാണ് മിഥ്യ ഏതാണ് എന്നുള്ളതൊന്നും അറിയില്ലായിരുന്നു. തേർഡ് പാർട്ടി സിറ്റുവേഷന്റെ ഒക്കെ സാന്നിധ്യം വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോഴേക്കും പുറത്തു നിന്നുള്ള വ്യക്തികൾ പറഞ്ഞു കൊടുക്കുക. ചിലപ്പോൾ നിങ്ങൾ മോശമാണെന്നോ നിങ്ങൾ ചെയ്തിരിക്കുന്ന തെറ്റാണെന്നോ എന്നുള്ള രീതിക്ക് സത്യത്തെ മറച്ചു വെക്കുക. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇവർ ഇത്രയും നാളെ നിന്നിരുന്നത്. എന്നാൽ ഇപ്പൊ ഈ ഒരു സമയത്ത് അവർക്ക് തന്നെ സ്വയമേ തന്നെ ഒരു ക്ലാരിറ്റി ലഭിച്ചിരിക്കുന്നു. അത് തന്നെയാണ് ജീവിതം അവരെയും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ കടന്നു വരുന്ന ഒരു സമയമാണിത്. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പ്രണയിതാക്കളായിരിക്കാം. ലവേഴ്സ് എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. 4 of Wands കമ്മിറ്റ്മെന്റ് കാർഡ് ആണ്. നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾ ഒരു സെപ്പറേഷൻ സ്റ്റേജിൽ നിൽക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് കടന്നു വരികയാണ്. ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജ് ഇനി മതി, ഇതെല്ലാം പൂർണ്ണമായിട്ടും നിർത്തേണ്ട ഒരു സമയമായി. വൈകാരികപരമായിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ യാതൊരുവിധ തീരുമാനവും എടുക്കാതെ വേണോ വേണ്ടയോ എന്നുള്ള രീതിക്കൊക്കെ മാറി നിന്ന വ്യക്തികളാണ്. അവരുടെ ചിന്താഗതികൾക്ക് തന്നെ പൂർണ്ണമായിട്ടും ഒരു മാറ്റം കൊടുത്തിട്ട് അവരുടെ ലൈഫിൽ ലോങ് ടേം ആയിട്ട് നിങ്ങൾ വേണം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കണം, ഒരു മാരേജ് നടത്തണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് നിങ്ങളിലേക്ക് വരുന്നത്. എന്തൊക്കെ രീതിയിലുള്ള തടസ്സങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെയെല്ലാം പൂർണ്ണമായിട്ടും പ്രതിരോധിച്ചുകൊണ്ട് തന്നെ എത്ര റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് വളരെയധികം പാഷനേറ്റ് ആയിട്ട് നിങ്ങളെ കണ്ടിട്ടാണ് അവർ വരുന്നത്. അതും ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുക, ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഒരു വിജയം കൈവരിക്കുക. നീതിപൂർവ്വം നിങ്ങളിലേക്ക് പ്രവർത്തിക്കാനും ആത്മാർത്ഥമായ ഒരു സ്നേഹം നിങ്ങളിലേക്ക് നൽകി ഈ ഒരു ബന്ധത്തിന്റെ വിജയം കൈവരിക്കാനും നിങ്ങളുടെ വ്യക്തിയായിട്ട് തന്നെ ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് അത്രത്തോളം നിങ്ങളിലേക്ക് ഒരു പ്രണയം, അഡിക്ഷൻ ഒക്കെ തോന്നുന്നുണ്ട്. ഇനി അതുമല്ലാതെ മറ്റൊരു സിറ്റുവേഷൻ ഇവിടെ 4 of Wands വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു സെലിബ്രേഷൻ കാർഡ് ആണ്. ഇതൊരു മാരേജ് എനർജിയാണ്. നിങ്ങൾ വിവാഹമൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതുവരെ വിവാഹവും കാര്യങ്ങളൊന്നും ആയിട്ടില്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ, ഒരുപാട് തടസ്സങ്ങളൊക്കെ വന്ന് മുടങ്ങി പോവുകയോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പാർട്ട്ണർ നിങ്ങൾക്ക് ലഭിക്കാതിരിക്കുകയോ ചെയ്യുന്ന സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അർഹമായ രീതിയിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് ഇണങ്ങുന്ന ഒരു പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടുത്തെ ഒരു എനർജി കണക്ട് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു പേഴ്സൺ തന്നെയായിരിക്കാം നിങ്ങളിലേക്ക് കടന്നു വരുന്നത്. അതൊരു പ്രണയ വിവാഹത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകളും കാണിക്കുന്നുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ എനർജിയാണ്. ചിലപ്പോൾ നിങ്ങളുടെ കൂടെ പഠിച്ച വ്യക്തികളോ അല്ലെങ്കിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന വ്യക്തികളോ അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾക്കൊരു ബന്ധം വരാനുള്ള സാധ്യതയുണ്ട്. പരസ്പരം സംസാരിച്ച് ഒരു ക്ലാരിറ്റി വന്നിട്ട് നിങ്ങളായിട്ട് തന്നെ അതിലൊരു തീരുമാനമെടുത്ത് അതൊരു മാരേജിലേക്കൊക്കെ കൊണ്ടുപോകാനുള്ള സാധ്യതകൾ, ആ ഒരു എനർജിയും നമുക്കിവിടെ സ്ട്രോങ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു തീരുമാനവും സ്ട്രോങ് ആയിട്ട് എടുക്കാനായിട്ടുള്ള കാര്യത്തിൽ ഒരു അന്താളിച്ച് നിന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ആയിരിക്കും, എന്താണ് ചെയ്യേണ്ടത്, എവിടെ നിന്നാണ് ചെയ്യേണ്ടത്, അങ്ങനത്തെ ഒരു കൺഫ്യൂഷനിൽ നിന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു കൺഫ്യൂഷൻ കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറാനായിട്ട് പോവുകയാണ്. ചില സത്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വെളിപ്പെടാനായിട്ട് പോകുന്നു. ക്ലാരിറ്റി ഇല്ലാതെ നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങളിലായിക്കൊള്ളട്ടെ, കരിയറോ ഫിനാൻഷ്യൽ കാര്യങ്ങളോ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ ആണെന്നുണ്ടെങ്കിലും, മക്കളായിട്ടോ മരുമക്കളായിട്ടോ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു യൂണിവേഴ്സൽ ശക്തി നിങ്ങളുടെ മുന്നിലേക്ക് അതെല്ലാം വെളിപ്പെടുത്താനായിട്ട് പോവുകയാണ്. നിങ്ങൾ തന്നെ പല കാര്യങ്ങളും തിരിച്ചറിയാൻ പോകുന്നു. അത് ചില സമയത്ത് ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷവും മറ്റു ചില കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു ദുഃഖവും നൽകാനുള്ള സാധ്യതയുണ്ട്. ദുഃഖം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ കൊണ്ട് നിങ്ങൾ ചിന്തിച്ചു വെച്ചിരിക്കുന്ന കുറച്ചധികം കാര്യങ്ങൾ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് പോകുന്ന ഒരു സ്റ്റേജ് ആണ്. പക്ഷേ അങ്ങനെ ഒരു വേദന നിങ്ങൾക്ക് വന്നാലും പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് അതിലൊരു ക്ലാരിറ്റി ലഭിക്കും. അതിലൂടെ നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ സാധിക്കും. ഇതുവരെ നിങ്ങൾ ആ ഒരു ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കുന്ന കാര്യത്തിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള അറിയാതെ നിന്നവരാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു വ്യക്തമായ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ
നിങ്ങളൊരു കുഞ്ഞിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ എംപ്രസ് എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക്, നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു കുഞ്ഞ് ജനിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ഒരു കുഞ്ഞിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നവരാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നീതിക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഃഖം തന്നെയാണ്. അപ്പോൾ ആ ഒരു ദുഃഖത്തിനും ഒരു മാറ്റങ്ങൾ കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. ഒരു കുഞ്ഞ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള സാധ്യതകൾ നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ഇനി അതുപോലെ നിങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് ഒരു ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ബിസിനസ്സിലൊക്കെ ഒരു തകർച്ച അല്ലെങ്കിൽ ഒരു ഉയർച്ചയില്ലായ്മ, തകർച്ച മാത്രമല്ല നിന്ന സ്ഥലത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതിനൊന്നും ഒരു ഉയർച്ച ലഭിച്ചിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്കൊരു മാറ്റങ്ങൾ കടന്നു വരാൻ പോവുകയാണ്. അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ബിസിനസ്സിലൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കും. കാരണം കുറച്ചധികം നാളുകളായിട്ട് നിങ്ങൾ ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. പേജ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഈ ഒരു ബിസിനസ് ഒക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്നത്. തകർച്ചകളും അല്ലെങ്കിൽ ഉയർച്ചകൾ ഇല്ലാത്ത വരുന്ന സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങളുടെ ഡെഡിക്കേഷൻ നിങ്ങൾ അങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡെഡിക്കേഷനുള്ള ഉത്തരം അല്ലെങ്കിൽ അതിനുള്ള ഒരു സമ്മാനം തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത്. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ച കാണുന്നുണ്ട്. സ്വന്തമായിട്ട് വീടൊക്കെ വെക്കാൻ ആഗ്രഹിച്ചിരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീടൊക്കെ സ്വന്തമാക്കാനായിട്ട് സാധിക്കും. വീട് പണിയൊക്കെ പകുതി വെച്ച് നിന്നവരാണെങ്കിൽ അതെല്ലാം പൂർത്തീകരിക്കുക. ഫിനാൻഷ്യൽ സ്ട്രഗിളിങ്സ് കാരണം നിന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ഒരു സമ്പത്ത് ഒഴുകിയെത്താനായിട്ട് പോവുകയാണ്. നിങ്ങൾ ഭാഗ്യപരീക്ഷണങ്ങൾ പോലെ ലോട്ടറി പോലെയുള്ള ഭാഗ്യപരീക്ഷണങ്ങളൊക്കെ നടത്തുന്നവരാണെങ്കിൽ അതിനൊക്കെ ഒരു വിജയം വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾക്ക് കുടുംബപരമായിട്ട് സ്വത്തുക്കളോ കാര്യങ്ങളോ ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള ഒരു പോസിബിലിറ്റി ഇവിടെ കിട്ടുന്നുണ്ട്. കുടുംബ സ്വത്തുക്കൾ എന്തെങ്കിലും രീതിയിൽ കേസിൽ അകപ്പെട്ട് നിൽക്കുന്നതുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ സ്വത്തുക്കൾ എന്തെങ്കിലും കോടതിപരമായിട്ട് മുടങ്ങിക്കിടക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് കിട്ടാതെ. ഇനി അല്ലാതെ തന്നെ നിങ്ങളിലേക്ക് അത് എത്തിച്ചേരാൻ എന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറിയിട്ട് നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഗ്രോത്ത് വരാനായിട്ട് പോവുകയാണ്. അതിപ്പോ ലോട്ടറിന്നോ അല്ലെങ്കിൽ ഈ ഒരു സാമ്പത്തികപരമായിട്ട് കുടുംബ സ്വത്ത് മാത്രമല്ല, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഗ്രോത്ത് ഇവിടെ കാണിക്കുന്നുണ്ട്. ആരെങ്കിലും നിങ്ങളിൽ നിന്ന് പണമൊക്കെ മേടിച്ച് തിരിച്ചു തരാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവരായിട്ട് തന്നെ നിങ്ങളിലേക്ക് അതൊക്കെ കൊണ്ടുതരാനായിട്ട് പോവുകയാണ്. അത് അവർക്ക് ലഭിച്ചിരിക്കുന്ന കർമ്മയുടെ ഭാഗമായിട്ടാണ്. അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഏറ്റിരിക്കുന്ന ഒരു സ്ട്രഗിളിങ് എങ്ങനെയെങ്കിലും ഇതൊക്കെ കൊടുത്ത് തീർക്കണം എന്നൊരു ചിന്തകൾ അവരിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ എല്ലാ രീതിക്കും ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. ഇവിടെ സൺ എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളൊരു സക്സസിലേക്കുള്ള കാൽവെപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു അവസ്ഥയാണിത്. ഈ ഒരു സിറ്റുവേഷനെ നിങ്ങൾ ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അടുത്ത ഒരു കാൽവെപ്പ് എന്ന് പറയുന്നത് എല്ലാ രീതിക്കും നിങ്ങളുടെ വിജയമാണ്. ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിലേക്ക് വന്നെത്തിക്കഴിഞ്ഞു. ഇതുവരെ നിങ്ങളെ അലട്ടിയിരുന്ന ആ ഒരു വേദനാജനകമായ സിറ്റുവേഷൻസ് എല്ലാം പൂർണ്ണമായിട്ടും ആ ഒരു കാർമേഘങ്ങളെല്ലാം പെയ്തൊഴിഞ്ഞ് സമാധാനപരമായിട്ട് അല്ലെങ്കിൽ ശാന്തമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങളുടെ ജീവിതം തന്നെ എത്തുകയാണ്. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിപൂർവമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഇത്രയും ഒരുപാട് സ്ട്രഗിൾ ചെയ്ത വ്യക്തികളാണെങ്കിൽ ഒരുപാട് ഓവർ തിങ്കിങ് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനെയെല്ലാം അതിജീവിച്ചാണ് നിങ്ങൾ ഇവിടെ എത്തി നിൽക്കുന്നത്. ഒറ്റയ്ക്ക് തന്നെ പോരാടി നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ കിങ് ഓഫ് സോഴ്സ് എന്ന് പറയുമ്പോൾ അത് വെറുതെ ഒരു പോരാളിയല്ല, അതൊരു രാജാവാണ്, അതൊരു വിജയമാണ്. അപ്പൊ നിങ്ങളുടെ ഒരു വിജയം തന്നെയാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. ഒരു റീബർത്ത് സംഭവിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങൾക്കൊരു പുനർജന്മം വരാനായിട്ട് പോവുകയാണ്. പുനർജന്മം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതുവരെ അലട്ടിയിരുന്ന എല്ലാവിധ വേദനകളും പൂർണ്ണമായിട്ടും അവസാനിച്ച് അവിടെ നിന്നും നിങ്ങൾക്കൊരു റീബർത്ത്. ആ ഒരു റീബർത്ത് എന്ന് പറയുമ്പോൾ വൈകാരികപരമായിട്ടുള്ള ജീവിതത്തിന്റെ കാര്യത്തിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ കാര്യങ്ങളിലോ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലോ ഇപ്പൊ ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വിദ്യാർത്ഥികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പഠിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പഠനത്തിലൊക്കെ നല്ലൊരു വിജയം ഉണ്ടാവും. നിങ്ങൾ എത്ര റിസ്ക് എടുത്ത് പഠിച്ചിട്ടും അതനുസരിച്ചുള്ള റിസൾട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ചുള്ള വിജയം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. പൂർണ്ണമായിട്ടും നിങ്ങളുടെ ആ ഒരു മനസ്സ് അർപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു പ്രയത്നത്തിന് ഇവിടെ ഒരു നീതി ലഭിക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് നൈറ്റ് ഓഫ് കപ്സ് വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് ഒരു പ്രപ്പോസൽ ആയിട്ട് കടന്നു വരാൻ സാധ്യതയുണ്ട്. സ്നേഹിക്കുന്ന വ്യക്തിയുടെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങളൊരു മാരേജ് ലൈഫിലേക്കോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണറിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു വ്യക്തി സ്നേഹവുമായിട്ട് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. അതും ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം. അത് നിങ്ങൾക്ക് കുറച്ച് പരിചയമുള്ള ഒരു പേഴ്സൺ ആവാനുള്ള സാധ്യതയും ഇവിടെ കിട്ടുന്നുണ്ട്.
ആ ഒരു സ്നേഹബന്ധം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങളുടെ തുടക്കമാണത്. ഇതുവരെ ഒരു കാര്യത്തിൽ നിങ്ങൾ ശങ്കിച്ചു നിന്നു. അതുപോലെ നിങ്ങൾ ഒരു കംഫർട്ട് സോണിലൊക്കെ മുന്നോട്ടേക്ക് പോകുന്നവരാണെങ്കിൽ ആ ഒരു കംഫർട്ട് സോണിൽ നിന്നൊക്കെ പുറത്തേക്ക് വരിക. നിങ്ങളുടെ എനർജിനെ ഇൻക്രീസ് ചെയ്ത് നിങ്ങളുടേതായ കഴിവുകളെ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തിങ്കിങ് നിങ്ങളിൽ മെയിൻ ആയിട്ട് വേണം. അതാണ് ആ ആദ്യമേ കിട്ടിയിരിക്കുന്ന ഓവർ തിങ്കിങ് കുറയ്ക്കുക എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് സംഭവിക്കാനായിട്ട് പോവുകയാണ്. ഒരു വിജയം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ എത്ര പേർക്കാണ് ഈ ഒരു റീഡിംഗ് കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കണം. അതുപോലെ ഇതിൽ വന്നിരിക്കുന്ന എനർജി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു എനർജിനെ പോസിറ്റീവ് ആയിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ക്ലെയിം ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളോട് പറയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? എന്തെങ്കിലും ഗൈഡൻസ് നിങ്ങൾക്ക് തരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഓൾറെഡി ഗൈഡൻസ് നമുക്ക് വന്നിരുന്നത് നിങ്ങളുടെ സെൽഫ് ലവ് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അത് കൂടാതെ എന്താണ് യൂണിവേഴ്സ് നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജിയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഇൻ ദ നിയർ ഫ്യൂച്ചർ തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി റീഡിംഗ് എടുത്തിരിക്കുന്നു, അങ്ങനെ തന്നെയാണ്. എന്താണ് സമീപ ഭാവിയിൽ നിങ്ങളിലേക്ക് സംഭവിക്കാൻ പോകുന്നത്? അപ്പൊ ഈ ഒരു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇൻ ദ നിയർ ഫ്യൂച്ചർ, വരുന്ന സമീപ ഭാവിയിൽ തന്നെ നിയറസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കണക്ട് ആവാനായിട്ട് പോവുകയാണ്. ആ ഒരു കാര്യം യൂണിവേഴ്സ് വീണ്ടും നിങ്ങളെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ ഇവിടെ ആഗ്രഹിക്കുന്നു. Forgiveness, big happy changes, yes, if you believe, remain positive. അപ്പൊ ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് വരുന്ന സമീപ ഭാവിയിൽ തന്നെയാണ് ബി ഹാപ്പി ചേഞ്ചസ് ആണ്. വലിയ വലിയ സന്തോഷകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്നത്. നിങ്ങളെ വേദനിപ്പിച്ച് ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ forgiveness ആണ്. ആ ഒരു പേഴ്സൺ അവരുടെ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ ഒരു ക്ഷമാപണവുമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരികയാണ്. യെസ് ആണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് വിശ്വസിച്ചുകൊള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങളുടെ തുടക്കമാണിത്. ഇഫ് യു ബിലീവ്, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇപ്പൊ വിശ്വാസം ഇല്ലാത്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല, ഇതൊക്കെ വെറുതെയാണ് എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവില്ല. നിങ്ങൾക്ക് വിശ്വാസം ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ റിമെയിൻ പോസിറ്റീവ് ആണ്. അതേ വിശ്വാസത്തോടു കൂടി അതേ പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയോട് കൂടി തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകൂ. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ റെഡി ആയിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് കണക്ട് ആയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളെ വേദനിപ്പിച്ച് പോയ വ്യക്തികളെല്ലാം ഒരു ക്ഷമാപണവുമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു. അവരോട് നിങ്ങൾ ക്ഷമിക്കാൻ കൂടെ തയ്യാറാവുക. ആ ഒരു മനസ്സ് കൂടെ നിങ്ങൾ ഏറ്റെടുക്കുക. കാരണം അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത് വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ്. മാറ്റങ്ങളുടെ ഒരു തുടക്കമാണ്. അപ്പൊ ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജീസ് തന്നെയാണ് ഇന്നത്തെ ഒരു റീഡിംഗിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ആർക്കൊക്കെയാണോ റെസനേറ്റ് ആകുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ വലിയ വലിയ ചേഞ്ചസ് തന്നെയാണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ സംഭവിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നത്. ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് തന്നെ മുന്നോട്ടേക്ക് പോവുക. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ടും അതോടൊപ്പം യൂണിവേഴ്സ് ഈ ഒരു സമയത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിലേക്ക് ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. അപ്പൊ വീണ്ടും നമ്മൾ ഇതിന് വേണ്ടിയിട്ടൊരു ക്ലൂസോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ. നിങ്ങളുടെ സിറ്റുവേഷൻ വെച്ച് നിങ്ങൾ ഇതിനെ കണക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.